എന്താ സിനിമയോട് ഇത്ര പാഷൻ? നിങ്ങളൊരു കോളേജ് അധ്യാപകനല്ലേ? ക്ലാസ് മുറിയിലെ 50-60 വിദ്യാർത്ഥികളോട് സംവദിക്കുന്നത് പോലെ അല്ലല്ലോ സാർ സിനിമ. നമ്മുടെ സ്വപ്നങ്ങൾ എഴുതാൻ, പ്രതിഷേധങ്ങൾ അറിയിക്കാൻ, ഫിലോസഫിയും ജീവിതത്തിലെ റിയാലിറ്റികളും പങ്കുവെക്കാൻ ഒരു 10,000 വേദികളിൽ കയറി നിന്ന് പ്രസംഗിക്കുന്നത് പോലെയല്ലേ സാർ നല്ലൊരു സിനിമ എടുക്കാന്ന് പറഞ്ഞാൽ? എന്നാ നീ വൈകിക്കണ്ട, തുടങ്ങിക്കോ. ദേവി സാർ, കഥ തുടങ്ങുന്നത് ഇവിടെ ഒരു 10-30 വയസ്സൊക്കെ ആകുമ്പോൾ ഈ ലൈഫിൽ സെറ്റിലാവും. ഒരു കുടുംബം, ഒരു ബിസിനസ്, ഒരു ജോലി, അങ്ങനെ ഒറ്റ ഡയറക്ഷനിൽ പോകാൻ തുടങ്ങും. പക്ഷെ ഒരു 25 വയസ്സിനൊക്കെ മുമ്പ് ലോകം ഇങ്ങനെ വിശാലമായിട്ട് മുന്നിൽ തുറന്നു കിടക്കും. അത് നീ എക്സ്പ്ലോർ ചെയ്യുന്നില്ലെങ്കിൽ യു ആർ വേസ്റ്റിംഗ് യുവർ ഏജ്. ബിസിയാണോ? അല്ല. ഗേൾ ഫ്രണ്ടുമായിട്ട് സംസാരിക്കണോ? ഗേൾ ഫ്രണ്ടോ? ഉണ്ടെന്നറിയാം. സംസാരിക്കണോ? വേണ്ട. എന്നാ വാ. വാർത്തകൾ വിശദമായി. ലോകമെങ്ങും സാമ്പത്തിക മാന്ദ്യത്തിന് ആക്കം കൂട്ടിക്കൊണ്ട് അമേരിക്കൻ ഓഹരി വിപണി തകർന്നടിഞ്ഞു. എന്ത് ചെയ്യണമെന്നറിയാൻ പാടില്ല, എവിടെ തുടങ്ങണമെന്നറിയാൻ പാടില്ല. ജീവിതം പഠിക്കാൻ ഒരുപാട് ദൂരമൊന്നും പോകണ്ട ജെറി. ഈ സ്ട്രീറ്റിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ വലിച്ചൊരു നടത്തം നടത്താൻ മതി. ഇവിടുത്തെ ഓരോ കോണിലും എല്ലുമുറിയെ പണിയെടുക്കുന്ന മലയാളിയുടെ മുഖത്തോട്ടൊരു നോട്ടം നോക്കിയാൽ മതി. ജേക്കബിന്റെ മകൻ എന്റെ മുന്നിൽ നിന്ന് കരയാൻ പാടില്ല. തോറ്റുപോയതിനെ പോലെ വന്ന് നിൽക്കാൻ പാടില്ല. വണ്ടി ഇറങ്ങണം. ഒന്നും പറയണ്ട, പപ്പൻ സ്വസ്ഥായിരിക്കട്ടെ. എല്ലാം ഞാൻ പറഞ്ഞില്ലേ, പിന്നെ എന്താ അമ്മ? അമ്മ ഇങ്ങ് വന്നേ, ഞാൻ പറയട്ടെ. വെറുതെ ഓർമ്മകൾ മഴ നനയും, അതിൽ തെളിയും നിൻമുഖം കഥ പറയും. വേർപാടിൻ വേനൽ എരിയും മേലെ, അതിൽ നീ എന്ന തോന്നൽ കനലാകും. ഓമൽ തൂവൽ ചിറകിൽ എന്നെ ചുറ്റും ചേരിയെ കാണാക്കാറ്റായി മറയാതെ, കൂടി കൂടി തുടിച്ചും പാടി പാടി പറഞ്ഞും നീറും മൗനം പകരാതെ. ഞങ്ങൾ പരിചയപ്പെട്ടു. എനിക്കെന്തോ അയാളെ വഴിയിൽ ഉപേക്ഷിച്ച് പോരാൻ തോന്നിയില്ല. ഞാൻ അയാളെ നിർബന്ധിച്ച് കൂടെ കൂട്ടി. ഈവനിംഗ് ക്ലാസ്സിൽ പോകുന്ന സമയം ഒഴിച്ച് ബാക്കി സമയം മുഴുവൻ അവൻ ഹാർഡ് വർക്ക് ചെയ്യും. എന്തൊക്കെയോ സങ്കടങ്ങൾ അലട്ടുന്ന ആദിയെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യാൻ ഞാനൊന്ന് ശ്രമിച്ചു നോക്കി. കണ്ണാടിയൻ
അയാളുടെ മനസ്സിൽ ഒരു ലക്ഷ്യബോധം ഉണ്ടാക്കാനുള്ള എൻ്റെ ശ്രമം ഒടുവിൽ വിജയിച്ചു. അയാളുടെ ഉള്ളിൽ ഒരു കനൽ കെടാതെ ബാക്കിയുണ്ടെന്ന് അന്ന് ഞാൻ റിയലൈസ് ചെയ്തു. ആദിത്യ, നിന്റെ പേര്? ഇവിടെയും ഞാൻ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ജെറിയെക്കുറിച്ച് നീ എഴുതിയതൊക്കെ വായിക്കുമ്പോൾ അഭിമാനം തോന്നുന്നു, അതിലേറെ കുറ്റബോധം. സ്വന്തം സ്വപ്നങ്ങൾക്ക് വേണ്ടി അധ്വാനിച്ചു തുടങ്ങേണ്ട പ്രായത്തിൽ ഭാരം ചുമക്കുകയാണ് എൻ്റെ മകൻ. ഉളിയുടെ വേദന അറിഞ്ഞിട്ടുള്ള കല്ലുകൾ മാത്രമേ പിന്നീട് സുന്ദരങ്ങളായ ശില്പങ്ങളായിട്ടുള്ളൂ. വേദനകളെയും കഷ്ടപ്പാടുകളെയും ക്ഷമയോടെ അതിജീവിച്ചവർ മാത്രമേ ജീവിതത്തിന്റെ മനോഹാരിതയും സുഖവും അനുഭവിച്ചിട്ടുള്ളൂ. സ്വന്തം ചിറകിനെ വിശ്വസിച്ചവർ മാത്രമേ ആകാശം സ്വന്തമാക്കിയിട്ടുള്ളൂ. ഉളി താങ്കും കൽകൾ താനെ മണ്ണീതേ ശിലയാകും. ചീത്ത നേരത്തിന് ശേഷം നല്ല നേരം വരും.